അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1352, സൂറത്ത് ഹൂദ് 5 മുതൽ 11 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ألا إنهم يثنون صدورهم ليستخفوا منه ألا حين يستغشون ثيابهم يعلم ما يسرون وما يعلنون إنه عليم بذات الصدور وما من دابة في الأرض إلا على الله رزقها ويعلم مستقرها ومستودعها كل في كتاب مبين وهو الذي خلق السماوات والأرض في 6 أيام وكان عرشه على الماء ليبلوكم أيكم أحسن عملا ولئن قلت إنكم مبعوثون من بعد الموت ليقولن الذين كفروا إن هذا إلا سحر مبين ولئن أخرنا عنهم العذاب إلى أمة معدودة ليقولن ما يحبسه ألا يوم يأتيهم ليس مصروفا عنهم وحاق بهم ما كانوا به يستهزئون ولئن ذقنا الإنسان منا رحمة ثم نزعناها منه إنه ليئوس كفور ولئن ذقناه نعماء بعد ضراء مسته ليقولن ذهب السيئات عني إنه لفرح فخور إلا الذين صبروا وعملوا الصالحات أولئك لهم مغفرة وأجر كبير. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ألا അറിയണം, ഇന്നഹും യസ്നൂന സുദൂറഹും, നിശ്ചയം അവർ അവരുടെ ഹൃദയങ്ങളെ മടക്കിക്കളയുന്നു, ചുരുട്ടിക്കളയുന്നു. ലിയസ്തഖ്ഫൂ മിൻഹു, അല്ലാഹുവിൽ നിന്ന് അവർ മറയുന്നതിനു വേണ്ടി. അലാ അറിയണം, ഹീന യസ്തഗ്ശൂന സിയാബഹും, അവർ അവരുടെ വസ്ത്രങ്ങളെ കൊണ്ട് മൂടുന്ന നേരത്ത്, യഅലമു മാ യുസിറൂന, അവർ രഹസ്യമാക്കി വെക്കുന്നത് അല്ലാഹു അറിയും, വമാ യുഅ്ലിനൂന, അവർ പരസ്യമാക്കുന്നതും അല്ലാഹു അറിയും. കാരണം ഇന്നഹു അലീമുൻ ബിദാത്തി സുദൂർ, അല്ലാഹു തആല ഹൃദയങ്ങളിലുള്ളത് അറിയുന്നവനാകുന്നു. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി, ഭൂമിയിൽ ഒരു ജന്തുവും ഇല്ല, ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, അതിന് ഭക്ഷണം കൊടുക്കുന്ന ഉത്തരവാദിത്തം അല്ലാഹു തആല ഏറ്റെടുത്തിട്ടല്ലാതെ. വയഅലമു മുസ്തഖറഹ, ആ ജീവികളുടെ എല്ലാം താമസ സ്ഥലം അല്ലാഹുവിന് അറിയാമോ. മുസ്തൗദഅഹ, അവയുടെ സൂക്ഷിപ്പു സ്ഥലവും അല്ലാഹുവിന് അറിയാം. കുല്ലും ഫീ കിതാബിൻ മുബീൻ, എല്ലാം ഒരു വ്യക്തമായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. വഹുവല്ലദീ ഖലഖസ്സമാവാതി വൽ അർള, ആ അല്ലാഹു തആല ആകാശഭൂമികളെ പടച്ചവനാകുന്നു. ഫീ 6 അയ്യാമിൻ, 6 ദിനങ്ങളിലായി. വകാന അർശുഹു അലൽ മായി, അവന്റെ സിംഹാസനം വെള്ളത്തിന്റെ മേലെയായിരുന്നു. എന്തിനാണ് അല്ലാഹു ഇതെല്ലാം പടച്ചത്? ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാനാണ്. അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ നിന്ന് ആരാണ് നല്ല പ്രവർത്തനം നടത്തുന്നവർ എന്ന് പരീക്ഷിക്കാനാണ്. വലയിൻ കുൽത്ത, തങ്ങൾ പറഞ്ഞാൽ, ഇന്നക്കും മബ്ഊസൂന മിൻ ബഅദിൽ മൗതി, നിശ്ചയം മരണശേഷം നിങ്ങൾ പുനർജനിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് തങ്ങൾ പറഞ്ഞാൽ, ലയഖൂലന്നല്ലദീന കഫറൂ, സത്യനിഷേധികളായ ജനങ്ങൾ പറയുക തന്നെ ചെയ്യും, ഇൻഹാദാ ഇല്ലാ സിഹ്റും മുബീൻ, ഇത് വ്യക്തമായ ജാലവിദ്യയാകുന്നു എന്ന്. അത് ഉൾക്കൊള്ളാനും വിശ്വസിക്കാനും അവർ തയ്യാറാവില്ല എന്നർത്ഥം.
വലഇൻ അഖർനാ അൻഹുൽ അദാബ ഇലാ ഉമ്മത്തിൻ മഅദൂദ, നിർണിതമായ ഒരു സമയത്തേക്ക് അവരുടെ ശിക്ഷയെ നാം പിന്തിച്ചു വെച്ചാൽ ലയഖൂലുന്ന, അവർ പറയുക തന്നെ ചെയ്യും, മാ യഹ്ബിസു, ഈ ശിക്ഷയെ തടഞ്ഞു വെച്ച സംഗതി എന്താണ്? ശിക്ഷ കൊണ്ട് പെട്ടെന്ന് തന്നെ തന്നുകൂടെ? മാ യഹ്ബിസുഹു, എന്താണ് ഈ ശിക്ഷയെ തടഞ്ഞു വെച്ച സംഗതി എന്നവർ ചോദിക്കും പരിഹാസപൂർവം. അലാ അറിയണം, യൗമയഅ്തീഹിം, ആ ശിക്ഷ അവർക്ക് വരുന്ന ദിനത്തിൽ ലൈസ മസ്റൂഫൻ അൻഹും, അത് അവരെ തൊട്ട് തെറ്റിക്കപ്പെടുകയില്ല, അവർക്കെന്നെ കിട്ടും. വഹാഖ ബിഹിം മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, ഏതൊന്നിനെയായിരുന്നു അവർ പരിഹസിച്ചിരുന്നുവെങ്കിൽ ആ പരിഹസിച്ച സംഗതി അവരിൽ സംഭവിക്കുക തന്നെ ചെയ്യും. വലഇൻ അദഖനൽ ഇൻസാന മിന്നാ റഹ്മ, നമ്മിൽ നിന്ന് മനുഷ്യന്മാർക്ക് കാരുണ്യം നമ്മൾ രുചിപ്പിച്ചാൽ, സുമ്മ നസഅനാഹ മിൻഹു, എന്നിട്ട് ആ കരുണയെ അവരിൽ നമ്മൾ എടുത്തു മാറ്റുകയും ചെയ്താൽ, ഇന്നഹു ലയഊസുൻ കഫൂർ, നിശ്ചയം അവൻ നിരാശനും സത്യനിഷേധിയും അങ്ങേയറ്റത്തെ നിഷേധിയുമായി തീരും. വലൈൻ അദഖനാഹു നഅമാ, എന്നാൽ അവർക്ക് നമ്മൾ സന്തോഷങ്ങൾ രുചിപ്പിച്ചാൽ, ബഅദ ളറാഅ മസ്സത്തുഹു, അവനെ ബാധിച്ച ബുദ്ധിമുട്ടുകൾക്കു ശേഷം, ലയഖൂലന്ന, അവൻ പറയുക തന്നെ ചെയ്യും, ദഹബ സയ്യിഅതു അന്നി, എന്നെ തൊട്ട് വിഷമങ്ങളെല്ലാം നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന്. ഇന്നഹു ലഫരിഹും ഫഖൂർ, നിശ്ചയം അവൻ ആഹ്ലാദഭരിതനും വലിയ അഹങ്കാരിയുമായി തീരും. ഇല്ലല്ലദീന സബറു, ക്ഷമിക്കുന്നവരൊഴിച്ച്, വഅമിലു സ്വാലിഹാത്തി, സുഹൃതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരൊഴിച്ച്, ഉലൈക ലഹും മഗ്ഫിറത്തുൻ, അവർക്ക് അല്ലാഹുവിൽ നിന്ന് പാപമോചനമുണ്ട്, വഅജ്റുൻ കബീർ, വലിയ പ്രതിഫലവുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂക്തങ്ങളിലൂടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഒന്നാമതായി ഇവിടെ രേഖപ്പെടുത്തുന്നത്, അള്ളാഹുവിനെ മാത്രം, കഴിഞ്ഞ സൂക്തങ്ങളിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അത് പറയാൻ വേണ്ടി വന്ന റസൂലാണ് ഞാൻ, അള്ളാഹുലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങണം, എങ്കിൽ നിങ്ങൾക്ക് സന്തോഷകരമായ സാഹചര്യം ഒരുക്കിത്തരും, അതേസമയത്ത് പിന്തിരിഞ്ഞു പോകാനാണ് പരിപാടിയെങ്കിൽ അതിഗുരുതരമായിട്ടുള്ള ശിക്ഷകൾ അനുഭവിപ്പിക്കുന്ന പുനർജന്മത്തിന്റെ നാളിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു എന്നൊക്കെയായിരുന്നുവല്ലോ കഴിഞ്ഞ സൂക്തങ്ങളിൽ വിശദീകരിച്ചത്. അതിന്റെ തുടർച്ചയായിട്ട് അള്ളാഹു പറയാണ്, അലാ അറിയണം, ഇന്നഹും യസ്നൂന സുദൂറഹും ലിയസ്തഖ്ഫൂ മിൻഹു, അള്ളാഹുവിൽ നിന്ന് മറയാൻ അവരവരുടെ ഹൃദയങ്ങളെ ചുരുട്ടുന്നു, ഹൃദയങ്ങളെ അവർ മടക്കുന്നു എന്ന് പറഞ്ഞാൽ, പടച്ച തമ്പുരാൻ കാണാതിരിക്കാനും അറിയാതിരിക്കാനും ഉള്ളിലുള്ള തെറ്റായ ചിന്താഗതികൾ മറച്ചുപിടിക്കാൻ അവർ ശ്രമിക്കുന്നു എന്നർത്ഥം. എന്നാൽ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അലാ അറിയണം, ഹീന യസ്തഗ്ശൂന സിയാബഹും, അവരവരുടെ വസ്ത്രങ്ങൾ കൊണ്ട് പുതക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ കാണാതിരിക്കാൻ വേണ്ടി അത് പുതക്കുന്ന സമയത്ത്, യഅലമുമാ യുസിറൂൻ, അവർ മനസ്സിൽ രഹസ്യമാക്കി വെക്കുന്നതും വമാ യുഅ്ലിനൂൻ, പരസ്യമാക്കുന്നതുമെല്ലാം അള്ളാഹു അറിയുന്നുണ്ട്. ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, നിശ്ചയം അവൻ ഹൃദയങ്ങളിലുള്ളതെല്ലാം അറിയുന്നവനാണ്. ഇവിടെ ഈ സൂക്തത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് ആരെയാണ് എന്ന് സംബന്ധമായി വിവിധ വ്യാഖ്യാനങ്ങൾ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ വ്യാഖ്യാനം ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്, അഖ്നസ് ഇബ്നു ശുറൈഖ് എന്ന് പറയുന്ന ഒരു ഖുറൈശി പ്രമുഖൻ, അയാള് നല്ല മധുരതരമായി സംസാരിക്കാൻ ആകർഷകമായ സംസാരം നടത്തുന്ന ആളായിരുന്നു, കാണാനും നല്ല പേഴ്സണാലിറ്റി ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് റസൂലുള്ളാഹി ഇഷ്ടപ്പെടും വിധത്തിലുള്ള സംഭാഷണങ്ങളും മുഖഭാവവുമായിട്ട് അയാൾ കടന്നുവരും. എന്നാൽ ഹൃദയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള കടുത്ത വെറുപ്പ് സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. അതങ്ങനെയുള്ള ആ അഖ്നസ് ഇബ്നു ശുറൈഖിനെ സംബന്ധിച്ചാണ് അല്ലാഹു തആല ഈ ആയത്തിറക്കിയത്. എന്ന് പറഞ്ഞാൽ പുറത്ത് പ്രകടിപ്പിക്കുന്നതല്ലാത്ത മറ്റൊന്നും മനസ്സിൽ മറച്ചു വെച്ചുകൊണ്ട് നാടകം കളിക്കുന്ന ശൈലിയെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ആക്ഷേപിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നബിതങ്ങളുടെ മുന്നിൽ ഞാൻ നിങ്ങൾക്കായിട്ട് ഒരു എതിർപ്പില്ലാത്ത ആളാണ് എന്ന് അഭിനയിക്കുകയും എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറ്റും വിധത്തിൽ പാരപണിയാനുള്ള പദ്ധതികളുമായി ജീവിതം നയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അഖ്നസ് ഇബ്നു ശുറൈഖ് മാത്രമല്ല മുനാഫിക്കുകളായിട്ടുള്ള മുഴുവൻ ആളുകളും അതേ നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത് എന്ന് നമുക്കറിയാമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ ഉള്ളിലിരിപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത് പുറത്തിട്ടതാണ് ഇവിടെ എന്നാണ് ഒരു വ്യാഖ്യാനം. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ നല്ല പിള്ള ചമയുകയും പുറത്തുപോയി ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും നബിതങ്ങൾക്കും എതിരിൽ ഗൂഢാലോചനകൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ
ഞങ്ങളെല്ലാവരെയും പറ്റിച്ചു എന്ന് അഭിമാനിക്കുകയോ അല്ലെങ്കിൽ അതിന് സന്തോഷിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം സന്തോഷത്തിനൊന്നും ദീർഘായുസില്ല. കാരണം നിങ്ങളുടെ ഉള്ളിലിരിപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലാഹുവിനെ നന്നായിട്ട് അറിയുകയും ചെയ്യാം. അത് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഒരു വ്യാഖ്യാനം. മറ്റൊരു വ്യാഖ്യാനം സ്വാഭാവികമായി വിശ്വാസികൾക്കുണ്ടായിരുന്ന ഒരു സ്വഭാവത്തെക്കുറിച്ചാണ് എന്നതാണ്. അതെന്താന്ന് വെച്ചാൽ അവര് ഭാര്യമാരുമായി ബന്ധപ്പെടുന്ന സമയത്തും അതേപോലെ വിസർജന സമയത്തുമൊക്കെ അവരുടെ സ്വകാര്യ ഭാഗങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയുള്ള മറ സ്വീകരിച്ചിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതൊരു സ്തുത്യർഹമായിട്ടുള്ള സംഗതിയാണ്, സ്തുത്യർഹമായിട്ടുള്ള പ്രശംസിക്കേണ്ട കാര്യമാണ്. എന്തായാലും ഇവിടെ അല്ലാഹു തആല ഉണർത്തുന്നത് നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതുമായിട്ടുള്ള സംഗതികളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പടച്ചവന്റെ മുന്നിൽ അവന്റെ ദേഷ്യത്തിനോ അല്ലെങ്കിൽ കോപത്തിനോ കാരണമാകും വിധത്തിലുള്ള സംഗതികളൊന്നും കൊണ്ടു നടക്കരുത്. മറിച്ച് നിങ്ങൾ നല്ല വിശ്വാസവും അതേപോലെ തന്നെ നല്ല ശൈലിയും ചിന്തയും ആണ് നിങ്ങൾ കൊണ്ടു നടക്കേണ്ടത് എന്നാണ് അല്ലാഹു തആല ഈ പറയുന്നതിന്റെ ഗുണപാഠം. മുനാഫിക്കുകളെ സംബന്ധിച്ച് പറഞ്ഞതാണെന്ന് വെച്ചാൽ അവിടെ എന്താവും, കൃത്യമായി അവരുടെ ഉള്ളിലിരിപ്പവരുടെ ഡ്രാമയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് പടച്ചവൻ പിടികൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനൊന്നും ദീർഘായുസില്ല എന്ന താക്കീതും ഉണർത്തലുമായിരിക്കും അതിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്നാണ് പറയേണ്ടത്. അപ്പൊ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്, അള്ളാഹു നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ രഹസ്യവും പരസ്യവും അവൻ അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കൂട്ടത്തിൽ മാന്യത നടിക്കുന്നതിനോടൊപ്പം തന്നെ സ്വകാര്യ ജീവിതത്തിലും വിശുദ്ധ ജീവിതം നയിക്കാൻ ആവശ്യമായിട്ടുള്ള സ്വഭാവം നമ്മൾ സ്വീകരിക്കണം. കാരണം ജനങ്ങളുടെ മുന്നിൽ നമ്മൾ നല്ല വെള്ള ചമഞ്ഞതുകൊണ്ട് നമ്മൾ ആത്യന്തികമായി രക്ഷപ്പെടുന്നില്ല. അള്ളാഹു ആകുന്ന യജമാനൻ നമ്മുടെ എല്ലാ സ്വകാര്യങ്ങളും അറിയുന്നവനാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ നമ്മൾ സ്വകാര്യമായി തന്നെ ഭയപ്പെടുകയും അവന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ടുള്ള ശൈലികൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം എന്ന ഗുണപാഠം കൂടി ഇതിന്റെ അകത്തുണ്ടാകും. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ നല്ല വെള്ള ചമഞ്ഞ് തങ്ങളെ പൊട്ടനാക്കി എന്ന് ധരിച്ചു വെച്ചിട്ടുള്ള കപടന്മാർക്കുള്ള കടുത്ത താക്കീത് കൂടി ഈ സൂക്തത്തിലുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇനി വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, ഭൂമിയിൽ ഒരു ജീവിയും ഒരു ജന്തുവുമില്ല അള്ളാഹു അതിന് ഭക്ഷണം കൊടുക്കാമെന്ന് ഏറ്റിട്ടല്ലാതെ. അതിന്റെ അർത്ഥം ഭക്ഷണം കൊടുക്കാമെന്ന് അള്ളാഹു ഏറ്റു എന്ന് പറഞ്ഞാൽ ആർക്കാണ് എപ്പോഴാണ് എത്ര അളവിലാണ് കൊടുക്കേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത് അതിന്റെ ഫൈനൽ അതോറിറ്റി അള്ളാഹു ആണ്. അപ്പൊ ചിലർക്ക് ഭക്ഷണം കൊടുക്കണ്ട, അങ്ങനെ പട്ടിണി കിടന്ന് മരിക്കേണ്ട ആളുകളുണ്ട് എന്ന് പടച്ചവന്റെ തീരുമാനത്തിലുണ്ടെങ്കിൽ ആ തീരുമാനവും അത് ഈ ഭക്ഷണം കൊടുക്കാമെന്ന് ഏറ്റതിന്റെ ഭാഗം തന്നെയാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ചെറിയ ജീവിയെന്നോ വലിയ ജീവിയെന്നോ വ്യത്യാസമില്ലാതെ ആന വലിയൊരു ജീവിയാണ്, അതിന് അന്നം കൊടുത്താൽ മുതലാവില്ല എന്ന് വിചാരിച്ചിട്ട് ആനയെ അല്ലാഹു തആല ഒഴിവാക്കുന്നില്ല. കൊതുകൊരു ചെറിയ ജീവിയല്ല, അതിനൊക്കെ ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ എന്താ എന്ന നിസ്സാരപ്പെടുത്തലും ഇല്ല. എല്ലാത്തിനും ഭക്ഷണം കൊടുക്കുന്ന ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു. ആ പറഞ്ഞ ജന്തു എന്നതിൽ മനുഷ്യനുണ്ട്. അതുകൊണ്ട് തന്നെ അന്നത്തിനു വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടയിൽ അള്ളാഹുവോടുള്ള കടമകളും ബാധ്യതകളും മറന്നുപോകരുത് എന്നൊരു പ്രധാനപ്പെട്ട ചിന്തയാണ് വാസ്തവത്തിൽ ഇവിടെ അല്ലാഹു തആല നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. വയഅലമു മുസ്തഖറഹ മുസ്തൗദാഹ, ആ ജീവികളുടെ എല്ലാം താമസ സ്ഥലവും അവരുടെ സൂക്ഷിപ്പ് സ്ഥലവും അള്ളാഹുവിനറിയാം. ഇവിടെ താമസ സ്ഥലം എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയിൽ അവര് രാത്രി ഉറങ്ങാനൊക്കെ വരുന്ന, അതേപോലെ തന്നെ അവരുടെ കൂട് അല്ലെങ്കിൽ അവരുടെ വീട് താമസിക്കുന്ന ഇടം അതെവിടെയാണെന്ന് അള്ളാഹുവിനറിയാം. അതേപോലെ തന്നെ സൂക്ഷിപ്പ് സ്ഥലം എന്ന് പറഞ്ഞാൽ മരിച്ചതിനു ശേഷമുള്ള കബറടക്കുന്ന ഇടം, അതെവിടെയാണ് അവരുടെ ഡെഡ് ബോഡി സൂക്ഷിക്കുന്നത്, അത് അതിന് അല്ലാഹു തആല നേരത്തെ തീരുമാനമുണ്ടാക്കിയിട്ടുണ്ട് എന്നർത്ഥം. ഒന്നുകിൽ അതാണ് അർത്ഥം, അല്ലെങ്കിൽ ഉപ്പാന്റെ മുതുകിലും അതേപോലെ തന്നെ ഉപ്പാന്റെ മുതുകിൽ ബീജത്തിന്റെ അംശമായും ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ അണ്ടത്തിന്റെ ഭാഗമായും ഓരോരുത്തരും താമസിക്കുന്ന സ്ഥലം, അതിന്റെ സന്ദർഭം അതെപ്പോഴൊക്കെയാണെന്ന് അള്ളാഹുവിനറിയാം എന്ന വ്യാഖ്യാനവും പണ്ഡിതന്മാർ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും അതൊക്കെ അള്ളാഹുവിന് അറിയാം. കുല്ലും ഫി കിതാബിൻ മുബീൻ, അതൊക്കെ വ്യക്തമായ രേഖയിലുണ്ട്. ലോകത്ത് എന്തൊക്കെ നടക്കണം എന്നത് അള്ളാഹു നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുന്നു എന്നർത്ഥം. അതിനനുസരിച്ചാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോവുക എന്ന് ചുരുക്കം. വഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാം, ആ അല്ലാഹു സുബ്ഹാനഹു വ തആല 6 ദിനങ്ങളിലായി ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനാണ്.
അള്ളാഹുവിന് നിമിഷ നേരം കൊണ്ട് അതെല്ലാം സൃഷ്ടിക്കാൻ സാധിക്കുമെങ്കിലും അവധാനതയോടുകൂടെ കാര്യങ്ങളെല്ലാം വസ്തുതാപരമായി കുറ്റമറ്റ രീതിയിൽ സമയമെടുത്തുകൊണ്ട് തന്നെ അവധാനതയോടുകൂടെ ചെയ്യുക എന്ന സൽസ്വഭാവത്തിന്റെ ഒരു ശൈലി നമുക്ക് പഠിപ്പിക്കാനാണ് അവ്വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല 6 ദിനങ്ങൾ എടുത്ത് ചെയ്തിട്ടുള്ളത് എന്ന് ചില പണ്ഡിതന്മാർ നിരീക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ ആകാശങ്ങളെയും ഭൂമിയെയും 6 ദിനങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവനാണ്. വകാന അർശുഹു അലൽ മായി, അവന്റെ സിംഹാസനം വെള്ളത്തിന്റെ മേലെയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവും വെള്ളവും സിംഹാസനവും അടക്കം ഒന്നുമില്ലാത്ത കാലത്തും അള്ളാഹു ഉള്ളവനാണ്, അനാദ്യനാണ്. അവൻ ഉണ്ടാവലിന് തുടക്കമില്ലാത്ത വിധം ഖദീമാണ്, അനാദ്യൻ, ഉണ്ടാവലിന് തുടക്കമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ എന്തുണ്ട്? നമുക്കൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് അറിഞ്ഞതിന്റെ അർത്ഥം എന്താ? ഞാൻ അന്നാ ജനിച്ചത് പറഞ്ഞാൽ അതിന്റെ തലേ ദിവസം വരെ ഞാനില്ല എന്നാണ് അർത്ഥം. അങ്ങനെ ഒരു ഇല്ലായ്മ അള്ളാഹുവിന് മുൻകടന്നിട്ടില്ല. അതേസമയത്ത് അവന്റെ സൃഷ്ടികളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നീട് സൃഷ്ടിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അടക്കം കൊടുത്ത അൽ ഫിഖ്ഹുൽ അക്ബറിലൊക്കെ രേഖപ്പെടുത്തിയത് കാണാം. അർശുമ്മലാണ് അള്ളാഹു ഇരിക്കുന്നത് എന്ന് പറയുന്ന ശൈലിയൊക്കെ 100% തെറ്റാണ്. കാരണം എന്താ? അർശ് അള്ളാഹു സൃഷ്ടിച്ചതാണ്. ആ അർശ് സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹു എങ്ങനെയായിരുന്നു? സൃഷ്ടിച്ചപ്പോഴും അള്ളാഹു തആല അങ്ങനെ തന്നെയാണ്. അവ അള്ളാഹുവിന് ചേഞ്ചില്ല, പടച്ചവന് മാറ്റല്ല. അപ്പൊ അർശ് പടച്ചപ്പോൾ അള്ളാഹു തആല അതിന്റെ മേലെ കയറിയിരുന്നു എന്ന് പുതിയ ചിന്താഗതിക്കാരൊക്കെ ജനങ്ങളുടെ മുന്നിൽ പടച്ചവനെ തെറ്റിദ്ധരിപ്പിക്കും വിധത്തിൽ പരിചയപ്പെടുത്തുന്നത് കടുത്ത അപരാധമാണ് എന്ന് മനസ്സിലാക്കണം. കാരണം എന്താ? അർശ് പടക്കുന്നതിന് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയായിരുന്നു? സ്ഥലത്തിലേക്ക് ആവശ്യമില്ലാത്തവനായിരുന്നു. കാരണം അന്ന് സ്ഥലം തന്നെ ഇല്ല. അപ്പോഴും അള്ളാഹു ഉള്ളവനാണ്. അതാണ് കാന അല്ലാഹു വലം യകുൻ ഷൈ, ഒന്നുമില്ലാത്ത കാലത്തും അള്ളാഹു ഉള്ളവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അർശ് ഉണ്ടാക്കിയപ്പോ അള്ളാഹു തആല അയ്മ കയറിയിരുന്നു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം കിട്ടിയെങ്കിൽ ഇരിക്കായിരുന്നു എന്ന് ചിന്തിച്ചിങ്ങനെ നടന്നിട്ടൊരു ആശ്വാസം കിട്ടിയ പോലത്തെ ഒരു പ്രതീതിയിലുണ്ട്. പടച്ചവനെ പടപ്പുകളോട് തുല്യപ്പെടുത്തുന്ന അപകടകരമായ ശൈലിയിലേക്ക് അത് പോകും. അതുകൊണ്ട് ഒരിക്കലും അള്ളാഹു തആല അർശുമ്മലിരിക്കുന്നു എന്ന വിശ്വാസം പാടില്ല. കാരണം എന്താ? അത് അള്ളാഹുവിന്റെ സൃഷ്ടികളോട് തുല്യപ്പെടുത്തലാണ്. അള്ളാഹു ഒന്നിലേക്കും ആശ്രയിക്കാത്തവനും ആവശ്യമില്ലാത്തവനുമാണ്. അതാണ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് എന്ന് പറയുന്ന സൂറത്തു തൗഹീദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് വകാന അർശുഹു അലൽ മായി, അള്ളാഹുവിന്റെ അർശ് സിംഹാസനം വെള്ളത്തിന്റെ മേലെയായിരുന്നു. ഈ ആകാശങ്ങളും ഭൂമിയും അല്ലാഹു തആല പടച്ചതും ഈ പ്രപഞ്ചത്തിൽ ഒട്ടനവധി സംവിധാനങ്ങൾ ഒരുക്കിയതും നിങ്ങൾക്ക് അന്നം തരാമെന്ന് അള്ളാഹു ഏറ്റതും ഒക്കെ എന്തിനാൽ? യബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് നല്ല പ്രവർത്തനം നടത്തുന്നവരെന്ന് പരീക്ഷിക്കാനാണ്. കണ്ടോ? ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നവരാരാന്നല്ല അള്ളാഹു തആല പറഞ്ഞത്, മറിച്ച് ചെയ്യുന്നത് കുറ്റമറ്റ രീതിയിൽ. കുറ്റമറ്റ രീതി പറഞ്ഞാൽ എന്താ? മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് എന്ന കാഴ്ചപ്പാടോടുകൂടെ ചെയ്യാന്നാണ്. ഇഖ്ലാസോടുകൂടെ ചെയ്യുക, ആത്മാർത്ഥതയോടുകൂടെ ചെയ്യുക, അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കണം എന്ന ചിന്ത മാത്രം കൈമുതലാക്കി പ്രവർത്തിക്കുക. അതാണ് നല്ല പ്രവർത്തനം. അള്ളാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന കൃത്യമായിട്ടുള്ള ചിന്ത നിന്റെ മനസ്സിൽ വെച്ച് പുലർത്തുക. അതാണല്ലോ ഇഹ്സാൻ. ആ ഇഹ്സാൻ അത് സ്വകാര്യതയിലും പരസ്യ ജീവിതത്തിലുമൊക്കെ ആൾക്കൂട്ടത്തിലും തനിച്ചാകുമ്പോഴുമൊക്കെ അള്ളാഹു എന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ കുറ്റമറ്റ രീതിയിൽ അവന്റെ പൊരുത്തം ലഭിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാരെന്ന് പരീക്ഷിക്കാനാണ്. വലയിൻ കുൽത്താ, നബിയെ തങ്ങൾ പറഞ്ഞാൽ, ഇന്നക്കും മബ്ഊസൂന മിൻ ബഅദിൽ മൗതി, മരണശേഷം നിങ്ങൾ പുനർജനിപ്പിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് ആ മുശ്രിക്കുകളോട് തങ്ങൾ പറഞ്ഞാൽ, ലയഖൂലന്നല്ലദീന കഫറൂ, സത്യനിഷേധികളായ ആളുകൾ പറയുക തന്നെ ചെയ്യും, ഇൻ ഹാദാ ഇല്ലാ സിഹ്റും മുബീൻ, ഇത് വ്യക്തമായ ആഭിചാരമാകുന്നുവെന്ന്. അതായത് മരണശേഷം വീണ്ടും പുനർജനിക്കുക എന്നത് സാധ്യമല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് ആ വിഭാഗമെന്ന അർത്ഥം. മരിച്ചു മണ്ണായതിനു ശേഷം നമുക്ക് എങ്ങനെ പുനർജന്മം കിട്ടാനാണ് എന്ന കണക്കുകൂട്ടലായിരിക്കും അവർക്ക്. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇല്ലായ്മയിൽ നിന്ന് നമ്മളെ പടക്കുന്ന അത്രയും കഷ്ടപ്പാടില്ലല്ലോ, ഉണ്ടായതിനു ശേഷം ഒരു മാറ്റം വന്ന് നമുക്ക് പുനർജന്മം തരിക എന്നത്. അതാണ് അല്ലാഹു തആല കൃത്യമായി സൂചിപ്പിക്കുന്നത്. എന്നിട്ട് മനുഷ്യന് ചില സ്വഭാവങ്ങൾ അല്ലാഹു ഉണർത്തുന്നു. വലയിൻ അഖർനാ അൻഹുൽ അദാബ, അവരെ തൊട്ട് ശിക്ഷയെ നമ്മൾ പിന്തിച്ചാൽ, ഇലാ ഉമ്മത്തിൻ മഅദൂദ, ഒരു നിർണിതമായ സമയത്തേക്ക് ശിക്ഷയെ പിന്തിച്ചാൽ, അവര് നിഷേധിച്ചാൽ ഉടൻ തന്നെ അതിനവർക്ക് ശിക്ഷ കൊടുക്കാതെ കുറച്ച് സാവകാശം കൊടുത്താൽ,
ലയഖൂലുന്ന അവർ പറയുക തന്നെ ചെയ്യും മാ യഹ്ബിസുഹു എന്താണ് ഈ ശിക്ഷയെ അല്ലാഹു തടഞ്ഞു വെച്ചിരിക്കുന്നത്, ശിക്ഷ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തരരുതോ, വേഗം തന്നെ നമ്മളെ അങ്ങ് നശിപ്പിച്ചുകൂടെയോ എന്നവർ പരിഹാസപൂർവ്വം പറയും. എന്നാൽ അലാറിയണം അള്ളാഹുവിന്റെ മറുപടി യൗമയതീഹിം ശിക്ഷ അവർക്ക് വരുന്ന ദിവസം ലൈസ മസ്റൂഫൻ അൻഹും അത് അവരെ തൊട്ട് തെറ്റിക്കപ്പെടുന്നതല്ല, ശിക്ഷ നിശ്ചയിക്കപ്പെട്ട സമയത്ത് വരിക തന്നെ ചെയ്യുമെന്നർത്ഥം. വഹാഖ ബിഹിം മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ അവരെന്തൊരു സംഗതിയാണോ പരിഹസിച്ചിരുന്നതെങ്കിൽ അത് അവരിൽ സംഭവിക്കുക തന്നെ ചെയ്യും. ഒരിക്കലും തന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇപ്പൊ ഈ ധൃതി കൂട്ടുന്നത് കളിയാക്കാനാണെങ്കിലും ഇതിന്റെ ദുരന്തം നിങ്ങൾ അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും എന്നർത്ഥം. വലൈൻ അദഖനൽ ഇൻസാന മിന്നാ റഹ്മതൻ മനുഷ്യന് നമ്മിൽ നിന്ന് ചില കാരുണ്യങ്ങൾ നമ്മൾ രുചിപ്പിച്ചാൽ എന്നിട്ട് സുമ്മനസായനാഹ മിൻഹു പിന്നീട് അവനിൽ നമ്മൾ നീക്കം ചെയ്താൽ ഇന്നഹു ലയഊസുൻ കഫൂർ അവൻ കടുത്ത നിഷേധിയും അതേപോലെ നിരാശനുമാകുന്നു. അതായത് അല്ലാഹു തആല മനുഷ്യന് അനുഗ്രഹങ്ങൾ കൊടുക്കുകയും ആ അനുഗ്രഹങ്ങൾ അവനിൽ നിന്ന് ക്യാൻസൽ ചെയ്യുകയും ചെയ്താൽ അനുഗ്രഹദാതാവായ അല്ലാഹു തആല നേരത്തെ എനിക്ക് അനുഗ്രഹം തന്നു, ഇപ്പോൾ അത് ക്യാൻസൽ ചെയ്തു, ആ ക്യാൻസൽ ചെയ്തതിന് പിന്നിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം അവൻ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി ക്ഷമിക്കേണ്ടതാണ്. അതിനു പകരം ഇവൻ നിരാശനാവുകയും അള്ളാഹുവിനെ നിഷേധിക്കുകയും ചെയ്യുന്ന അപകടത്തിലേക്കാണ് എത്തുന്നത്. അതേസമയത്ത് അവനെ ബാധിച്ച ബുദ്ധിമുട്ടിന് ശേഷം നമ്മൾ അവന് സുഖങ്ങൾ രുചിപ്പിച്ചാൽ ലഖൂൽ എന്ന അവൻ പറയുക തന്നെ ചെയ്യും ദഹബ സയ്യിഅതു അന്നി എന്നെ തൊട്ട് തിന്മകളെല്ലാം പോയി കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇന്നഹു ലഫരിഹും ഫഖൂർ അവൻ വല്ലാതെ ആഹ്ലാദിക്കുന്നവനും അതേപോലെ വലിയ അഹങ്കാരിയുമായി മാറുന്നു. അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ ആ അനുഗ്രഹങ്ങൾ ലഭിച്ച ഞാൻ ഇനി എനിക്കൊന്നും തിരിഞ്ഞു നോക്കേണ്ടതില്ല എന്ന ധിക്കാര മനസ്ഥിതിയിലേക്ക് മനുഷ്യനെത്തുന്നു. അതേസമയത്ത് അല്ലാഹു തആല ശിക്ഷകൾ നൽകിയാലോ ആ നേരത്തെ അനുഗ്രഹം കിട്ടിയതും മറന്ന് അവൻ നിഷേധിയായി മാറുന്നു. രണ്ടാണെങ്കിലും സന്തോഷവും ദുഃഖവും ഒക്കെ അള്ളാഹുവാണ് നൽകുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ജീവിതത്തെ നന്മയിൽ ക്രമീകരിക്കുന്നതിന് പകരം സന്തോഷം ലഭിച്ചാൽ അഹങ്കരിക്കുകയും ദുഃഖം ലഭിച്ചാൽ അള്ളാഹുവിനെ നിഷേധിച്ച് തള്ളിപ്പറയുകയും ചെയ്യുന്ന അപകടമാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു തആല തുടർന്ന് പറഞ്ഞത് ഇല്ലല്ലദീന അസ്ബറു വഅമിലുസ് സാലിഹാത്തി ക്ഷമിക്കുകയും സൽപ്രവർത്തനം നടത്തുകയും ചെയ്തവരൊഴികെ ഉലൈക ലഹും മഗ്ഫിറത്തുൻ അവർക്ക് പാപമോചനമുണ്ട് വഅജ്റുൻ കബീർ വലിയ പ്രതിഫലവുമുണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞു. എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളുടെ സ്വഭാവം എന്താ, അവർക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചാൽ ഇത് നൽകിയ അള്ളാഹുവിന് അവർ നന്ദി രേഖപ്പെടുത്തും. വിഷമങ്ങളാണ് ലഭിക്കുന്നതെങ്കിൽ ഇത് അല്ലാഹു തആല തന്നതിന്റെ പിന്നിൽ എന്തെങ്കിലും നന്മയുണ്ടാകും എന്ന് മനസ്സിലാക്കി അവർ ക്ഷമ കൈക്കൊള്ളും. അങ്ങനെ അനുഗ്രഹങ്ങൾ ചെയ്തതിന് അവർക്ക് വലിയ പ്രതിഫലവും ക്ഷമിച്ചതിന് അല്ലാഹു തആല അവർക്ക് വലിയ പ്രതിഫലം നൽകുന്നുണ്ട്, പരീക്ഷണം നൽകിയതിന് അല്ലാഹു തആല അവർക്ക് പാപമോചനവും നൽകുന്നുണ്ട് എന്നാണ് അല്ലാഹു ഉണർത്തിയത്. നമ്മുടെ സ്വഭാവത്തെ ഇவ்விധം നന്മയിലായി ക്രമീകരിക്കാൻ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.